നമസ്കാരം. നമ്മളൊരു WPC കിച്ചൻ്റെ വിശേഷങ്ങളെ നമുക്ക് കാണാം. ഇവിടെ സ്ലാബ് ചെയ്തേക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സ്ലാബ് ചെയ്യാത്ത പോർഷനിൽ നമ്മളൊരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാൻ വേണ്ടി ഒരു ബോക്സ് ചെയ്തു. സെൻറ്ററിൽ 2 പ്ലെയിൻ ബാസ്ക്കറ്റാണ് കൊടുത്തേക്കുന്നത്. താഴെ പ്ലെയിൻ ബാസ്ക്കറ്റാണ്. ഇനി ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെ കൊടുത്തേക്കുന്നത് വിക്കർ ബാസ്ക്കറ്റിന് പകരം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം വിക്കർ ബാസ്ക്കറ്റ് എടുക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ആകും. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ PVCയുടെ കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. PVCയുടെ കട്ട്ലറി ട്രേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ടാൻഡം ബോക്സ്, പ്ലെയിൻ ആയിട്ടുള്ള ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ വീണ്ടും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തൊരു വാഷ് ബേസിൻ്റെ ഏരിയയാണ്. വാഷ് ബേസിൻ്റെ താഴെ നമ്മൾ വേസ്റ്റ് ബിൻ്റെ സ്പേസ് ഇട്ടിട്ടുണ്ട്. തൊട്ട് മേളിൽ തന്നെ GTPT കൊടുത്തിട്ടുണ്ട്. ഈ ഫിറ്റിങ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എപ്കോയുടെ ആണ്. എപ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സും ആക്സസറീസുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആക്സസറീസ് ആൻഡ് ഫിറ്റിങ്സ് എപ്കോയുടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിവിടെ ഒരു പ്രോ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുകളിലോട്ട് തുറക്കുന്ന ഇതും അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്പൺ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് തുറക്കുമ്പോൾ അതിനകത്ത് മിക്സി വെക്കാനുള്ളതാണ്. മിക്സി വെച്ചിട്ട് അവർക്ക് മിക്സി പുറത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്തെടുത്ത് അരയ്ക്കാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ബോക്സും ഓപ്പൺ ബോക്സ് ആയിരുന്നു. അത് വീണ്ടും ഡോറിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് തട്ട് അകത്ത് വന്നത്. അപ്പോൾ ഗ്ലാസ് തട്ട് കൊടുത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തേക്കുന്ന WPCയിൽ ചെയ്തേക്കുന്ന ഒരു കിച്ചൺ. അതിനോട് ചേർന്ന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുമ്പോൾ അവിടെ ഒരു ടോൾ യൂണിറ്റും അതിനോട് ചേർന്നുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റോറേജ് സ്പേസാണ്. മറ്റ് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ടോൾ യൂണിറ്റിനകത്ത് ഡ്രോവേഴ്സും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. മേളിൽ ഗ്ലാസിൻ്റെ തട്ടും. ഇതിന് ഗ്ലാസ് ഡോറുമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മൾ ലൂവർ പാനലിങ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ലൂവർ പാനലിങ് ഒരു മിററും വരും. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലത്തെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെയും പാനലിങ് ചെയ്യുകയാണ്. നമ്മൾ ഫുള്ള് കൗണ്ടർ പാനലിങ് ചെയ്തിട്ട് ലൂവർ പാനലിങ് ചെയ്യും.